ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിൽ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് ഒരു ത്രില്ലിംഗ് പോരാട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ജയന്റ് ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം. അപ്പോൾ ഈ ഒരു ഫിക്ചർ നമ്മൾ കുറേ തവണ കണ്ടിട്ടുള്ളതാണ്. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ 15 തവണയാണ് ഈ രണ്ട് ടീമുകളും നേർക്കുനേർ വന്നിട്ടുള്ളത്. ആർക്കും തന്നെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. രണ്ട് ടീമും 5-5 മത്സരങ്ങൾ വീതം ജയിച്ചു. അതായത് റയൽ 5 മത്സരങ്ങൾ ജയിച്ചു, സിറ്റി 5 മത്സരങ്ങൾ ജയിച്ചു. 5 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചു. എന്നാൽ റയൽ മാഡ്രിഡിന് ഒരു ആധിപത്യമുള്ളത് നോക്കൌട്ട് റൗണ്ടുകളിലെ കാര്യത്തിലേക്കാണ്. നോക്കൌട്ട് റൗണ്ടിൽ ഇതുവരെ 6 തവണ ഈ രണ്ട് ടീമുകളും നേർക്കുനേർ വന്നിട്ടുണ്ട്. അതിൽ 4 തവണയും സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക്, നോക്കൌട്ടിന്റെ അടുത്ത സ്റ്റേജിലേക്ക് റയൽ മാഡ്രിഡ് പോയിട്ടുണ്ട്. 2 തവണ മാത്രമാണ് റയലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നോക്കൌട്ടിന്റെ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. ചരിത്രത്തിനും ഫുട്ബോൾ ഗെയിമിനും തമ്മിലൊരു ബന്ധവുമില്ല. റിസൾട്ടിനെ അത് ഒരു രീതിയിലും ബാധിക്കത്തില്ല. അപ്പോൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ നോക്കൌട്ട് റൗണ്ടിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് പുറത്ത് ഒരു അഡ്വാൻറ്റേജ്, ഒരു ആധിപത്യം റയൽ മാഡ്രിഡിനുണ്ട്. അപ്പോൾ ചരിത്രമല്ല ഫുട്ബോൾ എന്ന് പറയുന്നത്. 90 മിനിറ്റ് ആര് നന്നായിട്ട് കളിക്കുന്നു, 2 മാച്ച് ഉണ്ട്. 2 ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് മാച്ച് ഉണ്ട്. അപ്പോൾ ഈ 2 മാച്ചിലായിട്ട് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന ടീം അടുത്ത ഘട്ടത്തിലേക്ക് പോകും എന്നതാണ്. ആരാണോ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തുന്നത് അവർക്ക് ആ ഒരു അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ കഴിയും, ക്വാർട്ടർ ഫൈനലിലേക്ക് പോകാൻ കഴിയും എന്നത് മാത്രമാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ മാൻ സിറ്റിയുടെയും റയൽ മാഡ്രിഡിന്റെയും ഫോമിലേക്ക് വരുമ്പോൾ രണ്ട് ടീമും അവരവരുടെ ലീഗിൽ 2ാം സ്ഥാനത്താണ്. റയൽ മാഡ്രിഡ് കളിക്കുന്ന ലാ ലീഗയാണ്. ലാ ലീഗിൽ അവർ 2ാം സ്ഥാനത്താണ്. മറ്റേ മറുഭാഗത്തേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നത് പ്രീമിയർ ലീഗിലാണ്. പ്രീമിയർ ലീഗിൽ നിലവിൽ അവർ 2ാം സ്ഥാനത്താണ്. ഞാൻ കഴിഞ്ഞ ഈ ഇടയ്ക്ക് ഒരു പോഡ്കാസ്റ്റ് കണ്ടിരുന്നു, ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പ്രീമിയർ ലീഗിലാണ് നിലവിലെ റയൽ മാഡ്രിഡ് കളിക്കുന്നതെങ്കിൽ അവരൊരു 6ാം സ്ഥാനത്തായിരിക്കും കാണുക എന്നത്. നിങ്ങളെല്ലാം കേട്ട് കാണാം. ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് വലിയ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ ക്വാളിറ്റിയാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് റയൽ മാഡ്രിഡ് ഒരു ജെയിൻ ക്ലബ്ബാണ്. അവർ 15ഓളം ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ട്, 36ഓളം ലാ ലീഗ് നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിയിട്ടുള്ള ടീമുകളിലൊന്നാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ സീസണിൽ ട്രോഫീസ് ഒന്നുമില്ല. ഈ സീസണിലേക്ക് വരുമ്പോൾ കോച്ചിനെ മാറ്റേണ്ട സാഹചര്യം വന്നു. അവർ 2ാം സ്ഥാനത്താണ് ലീഗിൽ. 2 ഡൊമസ്റ്റിക് കോമ്പറ്റീഷനിൽ നിന്ന് അവർ പുറത്തായി. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് അകത്ത് തന്നെ. അത് മാത്രമല്ല എൻജുറി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാച്ച് അവർ സെൽറ്റ വിഗോയോട് 1-2 ഗോളിന് ജയിക്കുമ്പോൾ ആ മാച്ചിൽ 10 പേര് പുറത്തായിരുന്നു. അവരുടെ 10 പേര്, 7 പ്ലേയേഴ്സിന് ഇഞ്ചുറി, അതുപോലെ തന്നെ 3 പ്ലേയേഴ്സ് സസ്പെൻഷൻ ആയിരുന്നു. അപ്പോൾ ഇഞ്ചുറിയുടെ ഒരു കൂമാരം തന്നെ ഉണ്ട് റയൽ മാഡ്രിഡിൽ എന്നതാണ്. മറുഭാഗത്തേക്ക് വരുമ്പോൾ ഇഞ്ചുറി എന്ന് പറയാൻ അങ്ങനെ വലിയ സീരിയസ് ഇഞ്ചുറി, ടീമിൻ്റെ ആ ഒരു താളത്തെ തെറ്റിക്കുന്ന പോലത്തെ ഇഞ്ചുറി ഒന്നുമില്ല. ജോസ്കോ ഗാർഡിയോളൊക്കെ ഇഞ്ചുർഡ് ആണ്. അതിന് റീപ്ലേസ്മെൻ്റ് ഒക്കെ അവർ സൈനൊക്കെ ചെയ്തതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും ഇല്ല. അവർ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അവരുടെ സ്ക്വാഡിനും അത്യാവശ്യം നല്ല ഡെപ്തുള്ള സ്ക്വാഡുമാണ്. സിറ്റിയുടെ സ്ക്വാഡ് പോലെ തന്നെയാണ് റയലിൻ്റെ. അവിടെ ഗാലറ്റിക്കോസ് ആണ്. വളരെ ഡെപ്തുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് റയലിനുള്ളത്. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറി, സസ്പെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ വലയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട 2 ടീമിൻ്റെ കോച്ചുമാരെ കുറിച്ചാണ്. പെപ് ഗാർഡിയോള, അദ്ദേഹം ഒരു ടാക്ടിക്കൽ ജീനിയസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഫുട്ബോളിനെ ഇപ്പം കാണുന്ന രീതിയിലേക്ക് മാറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം വരുന്നതിന് മുമ്പ് ടാക്ടിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് വലിയ രീതിയിൽ ടാക്ടിക്സ് എല്ലാ കോച്ചുമാരും ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു റെവല്യൂഷൻ ഫുട്ബോളിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഫുട്ബോളിൻ്റെ ആ ഒരു എല്ലാ മേഖലയിലും കാര്യങ്ങൾ മാറി. ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ എണ്ണം കുറയുന്നതിൽ വരെ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ ടാക്ടിക്കൽ ബ്രില്യൻസ് ആണ്. പെപ് ഗാർഡിയോളയുടെ ടീമിൽ കളിക്കണമെങ്കിൽ ഫിസിക്കലി ഒരു സ്ട്രോങ് ആയാലോ, ഇല്ലെങ്കിൽ നല്ല കളി, നല്ല ടച്ച്, നല്ല പാസ്സൊക്കെ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, ബുദ്ധി കൊണ്ടും കളിക്കാൻ അറിയണം എന്നതാണ് ഒരു പൊതു സംസാരം എന്ന് പറയുന്നത്. അപ്പോൾ മറുഭാഗത്ത് ആർബലോയ്ക്ക് എന്തെങ്കിലും ടാക്ടിക്സ് ഉണ്ടോ എന്നത് തന്നെ സംശയമാണ്. നമ്മൾ ഗെറ്റാഫയ്ക്കെതിരെ കഴിഞ്ഞ തോറ്റ മത്സരം 1 ഗോളിന്, അതിന് മുമ്പത്തെ മാച്ച് ഒസാസുനയ്ക്കെതിരെ, ഈ മാച്ചിലൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ടാക്ടിക്കൽസ് ഒന്നും കാണാനില്ല, വലിയ ടാക്ടിക്കൽ ബ്രില്യൻസ് ഒന്നുമില്ല. 11 പേരെ ഇറക്കുന്നു, അവർ നിങ്ങൾ കളിച്ച് ജയിക്കുക എന്നൊരു മെൻറ്റാലിറ്റിയാണ്. അതുമാത്രമല്ല വലിയ ടീമുകൾക്കെതിരെയൊക്കെ ഏത് രീതിയിൽ ഇത് പോസിബിൾ ആണെന്ന് എനിക്കറിയാൻ വയ്യ. ഓൾറെഡി റയലിനെ സംബന്ധിച്ച് നല്ല സെൻറ്റർ ബാക്ക്, ഒരു ക്വാളിറ്റി ഉള്ള ഒരു അവിടെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. എക്സ്പീരിയൻസ് ടാലൻ്റ് ഉള്ള കുറേ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു ഇൻഫോമിൽ നിൽക്കുന്ന
ആ ഒരു ലീഡർഷിപ്പ് മെന്റാലിറ്റി ഉള്ള ആ ഒരു ബാക്ക് ലൈൻ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. അങ്ങനത്തെ ഒരു സെന്റർ ബാക്കിന്റെ കുറവ് അവർക്കുണ്ട്. ഒപ്പം മിഡ്ഫീൽഡിൽ ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് റോളിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ടോണി ക്രൂസ് പോയതിനു ശേഷം ആ ഒരു വിടവ് അവിടെ ഉണ്ട്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സിനകത്ത് കളിക്കുന്ന ഫോർവേഡ് ഇല്ല എന്നതാണ്. രണ്ട് വിങ്ങിൽ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തല വെക്കാനോ കാല് വെക്കാനോ അവിടെ ഒരു മനുഷ്യനില്ല ബോക്സിനകത്ത് എന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ, ഒരു ബാലൻസ് ഇംബാലൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചുണ്ട്. മറുഭാഗത്ത് സിറ്റി ചില മത്സരങ്ങളിൽ ബ്രില്യൻ പെർഫോമൻസ് നടത്തും, വേറെ ലെവലിലുള്ള ഒരു പെർഫോമൻസ് നടത്തും. എന്നാൽ ചില മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഭയങ്കര ശോകമായിട്ടുള്ള കളിയായിരിക്കും. അവർക്ക് ഗോൾ അടിക്കാനോ അസിസ്റ്റ് നൽകാനോ ഒന്നിനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. റയൽ മാഡ്രിഡിന്റെ ഫാൻസിനെ സംബന്ധിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എംബാപ്പെ, വിനീഷ്യസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഗോൾ കീപ്പറായിട്ടുള്ള കോർട്ടുവ, ഇവർ 3 പേര് നന്നായിട്ട് കളിച്ചാൽ ഒപ്പം വാൽവർദയുടെ ഒരു സപ്പോർട്ടും മിഡിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ടീമിനെയും നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയും. അത് ഡിഫൻസ് ഒരു ആവറേജ് പെർഫോമൻസ് നടത്തിയാൽ മാത്രം മതി. പക്ഷേ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ടീമിനെതിരെ ഇങ്ങനെ നടക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ജയിക്കുന്നുണ്ട്. വലിയ ടീമിനെതിരെ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്ന് എനിക്ക് അറിയാൻ വയ്യ. മറുഭാഗത്ത് നോക്കുമ്പോൾ അവർ ഭയങ്കര സ്റ്റേബിൾ ആണ്. അവർക്ക് ഒരു വറിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ നാച്ചുറൽ ഗെയിം കളിക്കാൻ കഴിഞ്ഞാൽ തന്നെ അവർ ഈസി ആയിട്ട് ജയിച്ചു പോകും എന്ന സിറ്റുവേഷനാണ്. ഇനി രണ്ട് ടീമിലെയും എഞ്ചുറി കേസുകൾ നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. റയൽ മാഡ്രിഡിന്റെ സൈഡിലേക്ക് വരുമ്പോൾ എഞ്ചുറി അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവരുടെ ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കരേരസിന് ഒരു എഞ്ചുറി പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ഈ മാച്ച് കളിക്കത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അലാബയൊക്കെ എഞ്ചുറി കേസാണ്, ഫുൾ ടൈം എഞ്ചുറിയാണ്. അപ്പോൾ അലാബ ഇല്ല. എഡർ മിൽറ്റാവോയ്ക്ക് സീസണിന്റെ തുടക്കത്തിൽ എഞ്ചുറി പറ്റിയതാണ്. അപ്പോൾ എഡർ മിൽറ്റാവോ ഇല്ല. മിൽറ്റാവോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഡാൻ ഹ്യൂസൺ ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് സെറ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മിൽറ്റാവോയ്ക്ക് എഞ്ചുറിയാണ്. പിന്നെ വരുമ്പോൾ മിഡിലേക്ക് വരുമ്പോൾ സെബാലിയോസ് എന്ന ഒരു മിഡ്ഫീൽഡർ, അതായത് ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം ചില മാച്ചിലൊക്കെ നന്നായിട്ട് കളിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലെയറിന് എഞ്ചുറിയാണ്. ജൂഡ് ബെല്ലിംഗ്ഹാമിന് എഞ്ചുറിയാണ്. കിലിയൻ എംബാപ്പയ്ക്കും എഞ്ചുറിയാണ്. റോഡ്രിഗോയ്ക്ക് സീസൺ പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ വർഷം ഇനി കളിക്കാൻ പറ്റുമോ എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ്. 7 മാസത്തോളം റിക്കവറി പറയുന്നുണ്ട്. ഇനി 7 മാസമേ ഉള്ളൂ ഈ സീസൺ, ഈ ഒരു വർഷം തീരാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് കളിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കളിക്കത്തില്ല. അദ്ദേഹത്തിന് ഈ സീസൺ പോയി. വേൾഡ് കപ്പും നഷ്ടപ്പെട്ടു. ഒരു ACL എഞ്ചുറിയാണ് അദ്ദേഹത്തിനുള്ളത്. എഞ്ചുറി വെച്ചിട്ട് അദ്ദേഹം കളിച്ചു എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വാർത്ത. എഞ്ചുറി വെച്ചിട്ട് കളിക്കാൻ പാടില്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഫുട്ബോൾ കളിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറുക. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം, ഈ ഒരു എഞ്ചുറി കേസിനെ കുറിച്ച്. അപ്പോൾ ഇനി മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജോസ്കോ ഗാർഡിയോളിന് എഞ്ചുറിയാണ്. അദ്ദേഹത്തിന് സീസൺ പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് പോകും എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൊവച്ചിച്ച് എന്ന ആ ഒരു പ്ലെയറിന് എഞ്ചുറിയാണ്. പിന്നെ അലൻ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ, അദ്ദേഹത്തിനും എഞ്ചുറിയാണ്. അപ്പോൾ ഈ 3 എഞ്ചുറിയേ ഉള്ളൂ, മാക്സ് അലൻ. അപ്പോൾ വേറെ ആർക്കും തന്നെ അങ്ങനെ എഞ്ചുറി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എഞ്ചുറി പ്രശ്നങ്ങളുള്ളത് റയൽ മാഡ്രിഡിന്റെ സൈഡിലാണ്. റയലിനെ സംബന്ധിച്ച് ഈ മാച്ച് ജയിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ സാന്റിയാഗോ ബെർണബ്യൂ ആണ്, അവിടുത്തെ 90 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈമാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. റയൽ ഫാൻസിനെ സംബന്ധിച്ച് ഹോപ്പ് അത്രേ ഉള്ളൂ. സിറ്റി ഫാൻസിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കാമായിട്ട് കളി കാണുക, എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഫാൻസിന് പറ്റത്തില്ല. ഫാൻസ് അല്ലാത്ത, അതായത് ഒരു ന്യൂട്രൽ ഫുട്ബോൾ ഫാൻ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഫാൻസിനെ സംബന്ധിച്ച് വലിയതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മാച്ചിന് ശേഷം എന്തായാലും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, ഈ മാച്ച് ആര് ജയിക്കും എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.